ഷമീമ സെയ്ദ് അലി. അദ്ദേഹത്തിന് ഒരു സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളാണ്. നമ്മളോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമല്ല പറഞ്ഞത്, അദ്ദേഹത്തിന് ജന്മന ബുദ്ധിമുട്ടുണ്ട്. ചിലർ കേൾക്കുന്നവരായിരിക്കും സംസാരിക്കാൻ വലിയ ജാട കൊണ്ട് സംസാരിക്കാം. നിങ്ങൾ രണ്ടുപേരും വിവാഹശേഷം മുതൽ ഇത് തന്നെയാണ് ജോലി? എന്നെ കെട്ടിക്കൊണ്ടിരിക്കും മില്ലിലൊക്കെ ആയിരുന്നു ജോലി, എല്ലാ ജോലിയും ചെയ്യും, ചായക്കട ജോലി എല്ലാം ചെയ്യും. പിന്നെ ശമ്പളങ്ങളൊന്നും ഇല്ലാതെ ഇപ്പൊ നമുക്ക് കുട്ടികളൊക്കെ ആയപ്പോ സ്വന്തമായിട്ട് കണ്ടെത്തി ഇതുപോലത്തെ വണ്ടിയിലാണ്, ഉന്ത് വണ്ടിയിലാണ് ചെയ്തോണ്ടിരിക്കുന്നത്. നമസ്കാരം. നമ്മൾ വിഴിഞ്ഞത്ത് തന്നെ നിൽക്കുകയാണ്. പൊതുവെ ഈ ബീച്ചുകളിൽ നമുക്കിപ്പോൾ കാണുന്ന ഒരു പ്രധാന സംഭവമാണ് ഈ പാനിപൂരി, പിന്നെ ഈ ചെന്നൈക്കടല, അങ്ങനെ ചില ഐറ്റംസ്, പിന്നെ ഈ മാങ്ങയൊക്കെ പിന്നെ ഈ അരിഞ്ഞിട്ട് മുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് തരുന്നത്, അങ്ങനെ കുറേ സംവിധാനം. ഈ പാനിപൂരി കണ്ടപ്പോഴത്തേക്ക് അത് ഒരു കുടുംബമാണ് ചെയ്യുന്നത്, ഒരു ഭാര്യയും ഭർത്താവും കൂടാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും കൂടെ അറിഞ്ഞപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കാവുന്ന ഒരു. ഹലോ, നമസ്കാരം. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഞാനിങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോഴത്തേക്ക് നിങ്ങളെ കണ്ടു. അപ്പോൾ പാനിപൂരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ഒരു കുടുംബപരമായിട്ടാണ് ഇത് ചെയ്യുന്നത്. എത്ര നാളായി? കടല അതിന് മുമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പാനിപൂരി ഇപ്പോൾ തുടങ്ങിയത്. ഇപ്പോൾ രണ്ടുപേരുടെ പേര് ആദ്യം പറ. എന്നിട്ട് എൻ്റെ പേര് ഷമീമ സെയ്ദ് അലി. ഷമീമ സെയ്ദ് അലി. അദ്ദേഹത്തിന് ഒരു സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളാണ്. നമ്മളോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമല്ല പറഞ്ഞത്, അദ്ദേഹത്തിന് ജന്മന ബുദ്ധിമുട്ടുണ്ട്. ചിലർ കേൾക്കുന്നവരായിരിക്കും സംസാരിക്കാൻ വലിയ ജാട കൊണ്ട് സംസാരിക്കാം. നിങ്ങൾ രണ്ടുപേരും വിവാഹശേഷം മുതൽ ഇത് തന്നെയാണ് ജോലി? എന്നെ കെട്ടിക്കൊണ്ടിരിക്കും മില്ലിലൊക്കെ ആയിരുന്നു ജോലി, എല്ലാ ജോലിയും ചെയ്യും, ചായക്കട ജോലി എല്ലാം ചെയ്യും. പിന്നെ ശമ്പളങ്ങളൊന്നും ഇല്ലാതെ ഇപ്പൊ നമുക്ക് കുട്ടികളൊക്കെ ആയപ്പോ സ്വന്തമായിട്ട് കണ്ടെത്തി ഇതുപോലത്തെ വണ്ടിയിലാണ്, ഉന്ത് വണ്ടിയിലാണ് ചെയ്തോണ്ടിരിക്കുന്നത്. കൊണ്ടുപോയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഈ വിഴിഞ്ഞം ബീച്ചിലായിട്ട് സ്ഥിരമായിട്ട് 4-5 കൊല്ലം 4-5 കൊല്ലമായിട്ട് ഇവിടെ സ്ഥിരമായിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന 4-5 കൊല്ലത്തിനിടയ്ക്ക് ഇവിടെ ബീച്ചിൽ വരുന്നവർ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. അറിയാം. അയലത്തുകാരിയാണോ അവിടെ നിൽക്കുന്നത്? ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ തന്നെ. എന്നെയൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. പേരെന്താണ്? ജസീന. അടുത്ത് തന്നെ വീട്? ഇതിൽ സഹായിക്കാൻ വല്ലതും ഉണ്ടോ, അതോ വെറുതെ വന്നിരുന്ന് കുറയ്ക്കാൻ വന്നാണ്? കടലയിൽ തുടങ്ങിയതാണ്, പിന്നെ ചോളായി, പാനിപൂരിയൊക്കെ ആളുകൾ ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. പാനിപൂരിയുടെ പരിപാടിയൊക്കെ പഠിച്ചു. അപ്പോൾ ഡെയിലി അത്യാവശ്യം ജീവിത സാഹചര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്ര മക്കളുണ്ട്? എന്ത് ചെയ്യുന്നവർ? എന്തൊക്കെ പഠിക്കുന്നു? ഒരാൾ +1-നും ഒരാൾ 9-നും പഠിക്കുന്നു. ആൺകുട്ടികളോ പെൺകുട്ടിയോ? മൂത്തത് മോനും മോളും. +1-നും 8ാം ക്ലാസ്. രണ്ടുപേരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. അവരുടെ മുംബൈയിൽ. നമ്മൾ വീട്ടിൽ പോയാൽ സഹായിക്കുമോ പഠിക്കാൻ സഹായിക്കുമെന്ന്? അവരെ കൂടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയല്ലോ ചെയ്യോ? അതെന്താ ചെയ്തോളൂ. രാത്രി 2 മണിക്ക് വരുന്ന ദിവസമുണ്ട്. ഇത് കഴിഞ്ഞ് വരുമ്പോ ഫുഡ് കഴിക്കാൻ പറഞ്ഞവരുണ്ടല്ലോ, അപ്പൊ അവരങ്ങനെയല്ല, കച്ചവടങ്ങൾ കുറഞ്ഞിരിക്കുന്ന സമയം, അപ്പൊ അവര് വന്ന് കഴിക്കാൻ വരപ്പം വാങ്ങിക്കുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ. അപ്പൊ രാത്രി അത്രയും സമയം വരെ ഇവിടെ ആളുണ്ടാവോ? ഇല്ല, അവര് ആൾക്കാർ വരാൻ നോക്കിയിരിക്കും, ആരെങ്കിലും വന്ന് വാങ്ങിക്കുമെന്നുള്ള പ്രതീക്ഷയില്. സാധാരണ ഏതൊക്കെ ദിവസങ്ങളിലാണ് ആളുകൾ ഉണ്ടാകാറ്? ഞായറാഴ്ച ദിവസം ഫുള്ളാണ്. ഞായറാഴ്ചയാണ് കൂടുതൽ കച്ചവടമുള്ളത് അല്ലേ? പല ദൂരെ നിന്നൊക്കെ ആളുകൾ വരും. വെക്കേഷൻ സമയങ്ങളിലൊക്കെ ഈ ടൂറിസ്റ്റുകളൊക്കെ വരും ഇവിടെ. ഇപ്പൊ പിന്നെ എല്ലാ ദിവസങ്ങളിലും അടുത്തുള്ളവരൊക്കെ തന്നെ. നമുക്ക് ഈ വ്യാഴാഴ്ച ദിവസം ഇവിടെ ഒരു സ്ഥലത്തുണ്ട്. അപ്പൊ ഇതാണ് പാനിപൂരി ഉണ്ടാക്കുന്ന പരിപാടി അല്ലേ? പാനിപൂരിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കാര്യങ്ങൾ എല്ലാ ഐറ്റംസും കൂടെ മിക്സ് ചെയ്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. താഴെ പോവല്ലേ, പുറത്തേക്ക് വാരിയിട്.
നഷ്ടപ്പെടുത്തല്ലേ ഇത് പകുതി കാര്യം വെളിയിൽ പോവുക. എപ്പോഴാണ് കാണിച്ച് എല്ലാം വെളിയിൽ കളയുക. 50 രൂപയ്ക്കുള്ള സാധനം വെളിയിൽ പോയി. ഇല്ല, പാനിപ്പൂരി കഴിക്കുന്നത് ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു യുവതിയാണ് അത് വാങ്ങിച്ചത്. അതുകൊണ്ട് നമ്മൾ മുഖം കാണിക്കുന്നില്ല. അപ്പോ അങ്ങനെ ഒരു പാനിപ്പൂരിയുടെ കച്ചവടം നടന്നു. അത് നമ്മൾ വന്ന് സംസാരിച്ചിടയിൽ കച്ചവടമൊക്കെ നടന്നേ. നമ്മൾ കച്ചവടം നഷ്ടപ്പെട്ടെന്ന് പറയരുത്. ഇതെങ്ങനെയാണ് തീരുന്നത്? എന്ത് പോയാണിത്? മാറ്റി വയ്ക്കും. എന്നിട്ട് ചേഞ്ച് ചെയ്ത് വയ്ക്കും. അടിപൊളി. എല്ലാ ഐഡിയ വേണം, ഐഡിയ. ചുമ്മാതെ ഷെമീമായ പോലെ നിന്നാ പോലെ. അത് നിങ്ങളുടെ രണ്ടുപേരുടെ കൂടെ അദ്ദേഹത്തിന്റെ ഐഡിയയും നമ്മുടെ സംഭവം രണ്ടുപേരും കൂടെ ഒരു കുടുംബം നന്നായിട്ട് പോകുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലേ? അങ്ങനെ ഞാൻ ചൂടുവെള്ളം അതിന് ചൂടുവെള്ളം കോരിയെടുത്ത് ഇതിനകത്തൊഴിക്കാം. അതിടയ്ക്ക് വേണ്ടി വരും. അതിനുള്ള പാത്രമാണ് ചൂട്. ഓക്കെ, അതിനുള്ള വലിയ പാത്രമൊക്കെ കയ്യിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വെള്ളം കോരിയെടുക്കാം അല്ലേ? അതവിടെ ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ചൂടിലാണ് ഈ സംഭവം ഇവിടെ അതിന്റെ ചൂട് നഷ്ടപ്പെടാതിരിക്കുന്നത്. ഇതൊക്കെ ബുദ്ധിപരമായിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. ഇതൊക്കെ ISROയിലൊക്കെ സംഭവിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധിയാണ് പിടിക്കുന്നത് അല്ലേ? അടിപൊളി. അപ്പൊ എല്ലാ ദിവസവും അത്യാവശ്യം നിങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ടാവട്ടെ, ആളുകൾ വരട്ടെ. ഈ ഒരു കാര്യമുള്ളത്, നമ്മുടെ ഈ വിഴിഞ്ഞം ഈ ദർഗായുടെ അടുത്ത് വരുന്ന ആളുകൾ നമ്മളെ ഇവിടെ ഈ രണ്ട് സൈദാലി ഷമീമ രണ്ടുപേരുടെയും കൂടെ ഈ കടയിൽ കയറി ഒരു പാനിപ്പൂരി ഒരു കട ഒക്കെ വാങ്ങിച്ച് കഴിച്ച് അവരുടെ സന്തോഷത്തിൽ നോക്കിയാണ്, അവരുടെ അധ്വാനത്തിനെ മാനിക്കണം. എല്ലാം തയ്യാറാക്കും. അപ്പൊ പാനിപ്പൂരി ഉണ്ട്, മസാലപ്പൂരി ഉണ്ട്, പിന്നെ ഇതിനെന്ത് പറയുന്നത് ചെന്ന മസാലയുണ്ട്. എല്ലാ സാധനവും എന്തെങ്കിലും നിങ്ങൾ വാങ്ങിക്കുമ്പോഴാണ് ഇവരുടെ കുടുംബത്തിന്റെ ഒരു കുടുംബത്തിന്റെ ഒരു വരുമാന മാർഗത്തിൽ പങ്കാളിയാവുന്നത്. അധ്വാനത്തിന് നമ്മൾ മാനിക്കുന്നത്. അപ്പൊ ഈ ഒരു അവരുടെ ഒരു അധ്വാനം, അവർ രണ്ടുപേരും കൂടെ ഉള്ള അധ്വാനം കണ്ടതുകൊണ്ടാണ് എനിക്ക് അവരുമായിട്ട് രണ്ടുപേർക്ക് സംസാരിക്കണമെന്ന് തോന്നിയത്. സംസാരിക്കുന്നത് അതിന്റെ പരിപാടികളിലേക്ക് കിടക്കുക. ഓളത്തിന്റെ പരിപാടികൾ എരിയെല്ലാം ചേർക്കല്ല, എരി കുറച്ച് മതി. അത് ബട്ടർ നാരങ്ങ മാത്രം, അത് മാത്രം മതി. എരി വേണ്ട. നമ്മൾ വരുന്നതിനിടയിൽ അവിടെ കച്ചവടം നടക്കുന്നുണ്ട്. ഓക്കെ, അത് കളയും, വേസ്റ്റായി. ഐറ്റംസ് എല്ലാം ഇവിടെ എടുത്തിട്ട് ബട്ടർ തുടങ്ങിയ സംഭവങ്ങളാണ് ബട്ടർ നാരങ്ങയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കും. ഇത്ര ഇട്ടത് പോരാ, ഉപ്പെങ്കിലും കൂടെ ഇട്ടതെന്ന് മിക്സ് ചെയ്തെങ്കിലേ ഒരു തൃപ്തി വരുത്തും. മതി. അതൊന്നും വേണ്ട. അതേപോലെ കഴിക്കുന്നുണ്ട്. ഇതിന്റെ പേരെന്താണ്? ഇതിനെന്താ പേരിടുന്നത്? നമുക്ക് ചോളം മാത്രമേ പറയത്തുള്ളൂ, അല്ല അതിന് പ്രത്യേകിച്ച് മസാലയൊന്നും അങ്ങനെയൊന്നും പേരില്ല. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കണമെന്ന് തോന്നി വന്നു. അപ്പൊ നമുക്ക് ഒരു തോന്നുന്നു എന്തെങ്കിലും കഴിക്കണമെന്ന്. എന്താണ് നമുക്ക് വാങ്ങിക്കുന്നത്? നമുക്കെന്ത് വാങ്ങിക്കാം? ചെന്ന. അപ്പൊ ഒരു ചെന്ന കടല അല്ലെങ്കിൽ ഈ ചോളം നല്ലല്ലേ? ഇപ്പൊ എടുത്തതുപോലെ ഒരു ചോളം ഞങ്ങൾ കൂടെ തന്നെ ഞങ്ങൾ കഴിക്കാം. ഇത് കണ്ട ഒരു ചെടി അല്ലെങ്കിൽ തന്നെ ഞാൻ വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ
കൊതി നിങ്ങൾക്ക് കൂടെ കാണാമല്ലോ ആ കൊതി എങ്ങനെ ഉണ്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റും. മതിയല്ലേ ഇത്? اللهم أجرنا من النار اللهم أجرنا من النار السالمين وأدخلنا الجنة എത്രയാണിത്? ചെയ്യുന്നുണ്ടോ? ഇപ്പം ഗൂഗിൾ പേ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വിഴിഞ്ഞത്ത് വരുമ്പോൾ ഈ ദർഗാപള്ളി ബീച്ചിലെത്തുമ്പോൾ ഇവിടെ നിന്ന് വെറുതെ രണ്ട് സൈതാലി ഷമീമയുടെ ഈ കിടന്ന് റോളോ എണ്ണക്കടലയോ പാനിപ്പൂരിയോ പനി മസാലയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കും. പ്രതീക്ഷയിൽ നിങ്ങളുടെ പ്രദേശത്ത് എന്തെങ്കിലും വാർത്തകൾ